ഹായ് കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നിങ്ങൾ എഴുതിയിടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പരീക്ഷയുടെ സമയമാണ്. ഒരുപാട് അമ്മമാർ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഓരോ മക്കളെയും ഞാൻ സമർപ്പിച്ച് ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഒരുപാട് പേര് പല പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പും ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഈശോയോട് പറയാറുണ്ട്, ഈശോയെ, എന്ത് നിയോഗവുമായിട്ടാണോ നിൻ്റെ മക്കൾ വന്ന് ഇത് കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗത്തിൻ്റെ മേൽ ഇത്രയും പെട്ടെന്ന് നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് ദിവസം മുമ്പ് ഞാൻ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കും മക്കളില്ലാത്ത ദമ്പതിമാർക്കും അതുപോലെ മറ്റെന്ത് നിയോഗവുമാവട്ടെ അതിനൊക്കെ വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാവുന്ന ചില വചന കൊന്തകൾ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കുറേ പേരൊക്കെ അത് കേട്ട് പ്രാർത്ഥിച്ച പലർക്കും അനുഗ്രഹം കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളതൊക്കെ കേട്ട് പ്രാർത്ഥിക്കുന്നുവെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാ മഹത്വവും നമ്മുടെ ഈശോയ്ക്ക് മാത്രമാകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെയുള്ള മറ്റൊരു വചനകൊന്തയാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇത് ഒരു പരീക്ഷയുടെ കാലമാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരൊക്കെയുണ്ട്. നമ്മുടെ പല വീഡിയോയുടെയും അടിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ വചനകൊന്ത ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾക്ക് നിങ്ങൾ ഈ വചനങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാനിന്ന് പറഞ്ഞു തരുന്ന വചനങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പഠിക്കുന്നതിന് മുമ്പ് ഈ വചനങ്ങൾ ഒരു തവണയെങ്കിലും കുറഞ്ഞത് ഇതുപോലെ വചനക്കൊന്തയായിട്ട് ഏറ്റു ചൊല്ലാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ലതിന്. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയണം. ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ ഓരോ വചനവും പറഞ്ഞ്, ഈശോയെ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയണം കുഞ്ഞുങ്ങളോട് പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം കേട്ടോ. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കുഞ്ഞു സംഭവം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഒരു കുട്ടിയുടെ, അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് ഒത്തിരി സങ്കടത്തോടെ എനിക്കൊരു മെസ്സേജായിട്ടാണ്, വോയിസ് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. ചേച്ചിയുടെ വിഷമം ഇതായിരുന്നു. ചേച്ചിയുടെ മോളെ +2 പഠിക്കുന്ന മകളാണ്. നല്ല മിടുക്കിയാണ് അവൾ, നന്നായി പഠിക്കുന്ന കൊച്ചൊക്കെയാണ്. പക്ഷേ 10ാം ക്ലാസ്സിൽ അവൾ 10th പഠിക്കുന്ന സമയത്ത് അവൾക്കൊരു ഫുൾ A+ പ്രതീക്ഷിച്ച കുട്ടിയായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അവൾക്ക് A+ കിട്ടിയില്ല. അതോടുകൂടി അവൾ ആകെ നിരാശയിലായിപ്പോയി. അങ്ങനെ +2 പരീക്ഷ അടുക്കാറായപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. പഠിക്കാൻ പറ്റണില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. പഠിക്കുന്ന സമയത്ത് മടിയും അലസതയും ഉറക്കക്ഷീണമൊക്കെ അവളെ തളർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ചേച്ചിക്ക്, അമ്മമാർക്ക് പൊതുവെ ടെൻഷനാണല്ലോ, മക്കളെപ്പോലെ തന്നെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ അമ്മമാർക്കും ടെൻഷനാണ്. അപ്പോൾ ഈ ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടേക്കുകയാണ്, മോളെ, എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചേക്കും. അപ്പം ഞാൻ ചേച്ചിക്ക് ഈ വചനകൊന്ത പറഞ്ഞു കൊടുത്തു. എഴുതി ചേച്ചിയുടെ ഫോണിൽ ഞാൻ ടൈപ്പ് ചെയ്ത് ചേച്ചിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, മോള് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ചേച്ചി ഇത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ മോളും പരീക്ഷാ ദിവസങ്ങളിൽ എത്ര പഠിക്കാനുണ്ടെങ്കിലും ഒരിത്തിരി സമയം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വചനകൊന്ത ചൊല്ലി വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് മോളോടും പറഞ്ഞു കൊടുത്തു. അങ്ങനെ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ഉറപ്പായിട്ടും +2 എല്ലാത്തിനും ഫുൾ A+ കൂടി നിനക്ക് പാസ്സാകാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തായാലും ആ മോളും ആ മോളുടെ മമ്മിയും അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ ആ മകൾക്ക് എല്ലാത്തിനും A+ നൽകി ഈശോളെ അനുഗ്രഹിച്ചു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണ്, വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കും, അത് ഉറപ്പാണ്.
അതുകൊണ്ട് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളൊക്കെ ആരും നിങ്ങൾ വിഷമിക്കേണ്ട. പരീക്ഷയുടെ സമയമാണ്, ഒത്തിരി ടെൻഷനുണ്ട്, നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങളുടെ പഠന മേഖലകളെ, പരീക്ഷയെ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് അവയെ ഏറ്റെടുത്ത് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യട്ടെ. വചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ നിറയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം നിങ്ങളിലേക്കെല്ലാം വ്യാപരിക്കട്ടെ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ നിറയട്ടെ. നിങ്ങളുടെ ബുദ്ധി, മനസ്സ്, ചിന്ത, ഭാവന, ഓർമ്മയെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ, വചനം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് ഈ വചനകൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം. വചനകൊന്ത എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ പല വചനകൊന്തയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന്. പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ വീണ്ടും പറയാം. ആദ്യം നമ്മൾ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുക, പിന്നെ ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയം. ഇത്രയും ചൊല്ലിയതിനു ശേഷം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനം നിങ്ങൾ ഒരു തവണ ഏറ്റുചൊല്ലുക. അതിനുശേഷം വീണ്ടും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് നമ്മൾ കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 13-ാം തിരുവചനം. ഈ വചനം 10 തവണ നമ്മൾ കൊന്ത ചൊല്ലുന്നത് പോലെ തന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് ഈ വചനം നിങ്ങൾ 10 തവണ ഏറ്റുചൊല്ലുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ വചനം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും എന്ന് തുടങ്ങുന്ന ആ വചനം വീണ്ടും ഒരു തവണ ചൊല്ലുക. അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ വചനം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ 10 തവണ ഈ വചനവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞ വചനം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള വചനം ഒരു തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ വചനം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലുക. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള വചനം. അതിനുശേഷം 4-ാമത്തെ വചനം, നെഹെമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള 9-ാം അധ്യായം 20-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള വചനം ഒരു തവണ ഏറ്റുചൊല്ലുക. വീണ്ടും 5-ാമത്തെ വചനം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 18-ാം തിരുവചനം. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി, അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ വചനം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള. ഇങ്ങനെയാണ് വചനകൊന്ത ചൊല്ലേണ്ടത്. അപ്പോൾ മക്കളൊക്കെ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇതുപോലെ ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും ഇതിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വചനം നിങ്ങളത് ഉരുവിട്ട് പ്രാർത്ഥിച്ച് ആ വചനം നിങ്ങളിൽ ജീവൻ പ്രാപിക്കട്ടെ. ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങൾ നിറയട്ടെ. ആ വചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പരീക്ഷയ്ക്ക് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെല്ലാം ഈശോ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.